കണ്ടില്ലെങ്കിൽ കണ്ടോളി നിങ്ങൾ കേട്ടില്ലെങ്കിൽ കേട്ടോളി കണ്ടില്ലെങ്കിൽ കണ്ടോളി നിങ്ങൾ കേട്ടില്ലെങ്കിൽ കേട്ടോളി അങ്ങത്തോടണം ഇങ്ങത്തോടണം പായാരപ്പണി പാഞ്ഞു പിടിക്കണ ധൂലുമാണ് നമ്മുടെ ധൂലുമാണ്. അല്ല ഇന്ന് ഉണക്കോറവ് കിട്ടിക്കണല്ലോ കത്തിക്കാന്. അല്ല ഏട്ടാ അത് നിങ്ങൾ ഏറ്റിയാ പോരെ, എന്തിനാ ഓല കൊണ്ട് ഏറ്റിക്കണേ? ലുമേ അടിപൊളിയാണല്ലോ. എങ്ങോട്ടാ? പെണ്ണാണാൻ പോവാണോ? എനിക്കല്ലടാ, നിന്റെ അച്ഛനൊരു പെണ്ണ് കാണാൻ പോവാ, നീ വരണോ? അല്ല ഇത് നിങ്ങൾ 5-6 പ്രാവശ്യം കൊണ്ടാന്ന് തുടങ്ങി, അതൊരു വണ്ടി വിളിച്ച് കൊണ്ടുപോയാ പോരെ നിങ്ങക്ക്? എനിക്കൊരു 5-6 തെങ്ങ് തരേണ്ടതല്ലോ. ദുൽമേ ഞാൻ ഇപ്പൊ തേങ്ങ വലിച്ചിട്ട് വരുന്നത്. ഈ ഇതാ തങ്ങകണ്ട തേങ്ങ വലിക്കാൻ പോണം. വേറെ ആണ് കിട്ടുകയെന്ന് വെച്ചാൽ നോട്ടോ. തീരെ സമയമല്ല എനിക്ക്. ഓ നിങ്ങളൊക്കെ ഭയങ്കര ബിസിക്കാരായില്ലേ? ജില്ലകൾക്ക് പോലും ഉത്തരം വിൽക്കുന്നുണ്ടാവില്ല. ശിബേച്ചേ ഉണക്കായില്ലേ? ആണോ? ഇതിപ്പോ പുഞ്ച കൃഷിയല്ലേ? മറ്റേ കൊഴുത്ത് ആയില്ലല്ലേ? ആണല്ലേ? ഇപ്പൊ നെല്ലൊക്കെ പതുവായി പോയോ? ഇവിടെ എടുത്ത് ചന്ദ്രനോട് വെച്ച് പൈസ വേണ്ട. ഞാൻ ശരി കണ്ടു. ചന്ദ്രേട്ടാ ചന്ദ്രേട്ടാ ആടിനെ വിറ്റ പൈസ നിങ്ങൾക്ക് 5000 രൂപ തന്ന്. ഇതുവരെ നിങ്ങൾ തിരിച്ചു തന്നില്ല. എന്റെ പൊന്നാട് ദുൽമേ, പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ടാ ഈ പശുവിനെ ഒന്ന് കിട്ടിയവരേക്ക് കൊടുത്ത് എന്റെ പൈസ തരാം. അതിനൊരു ആളെ ഉണ്ടാക്ക്. എന്നാ ചന്ദ്രേട്ടാ ആയിക്കോട്ടെ, ഞാൻ ആളെ കൊണ്ടുവരാ. ഇന്നലെ വിളിക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ഉണ്ടാവില്ല ദുൽമേ, നീ വരണുണ്ടോ? എനിക്ക് ലേശം തിരക്കുണ്ട്. ആയിക്കോട്ടെ. അതെ മൂപ്പര് പശു നമുക്ക് കൊടുക്കാൻ ഒരാളുണ്ടാക്കുക. അല്ലെ ഒരു പണി നിങ്ങൾ പോയിക്കോളെ. ഞാൻ പോയിട്ട് മറ്റേ ഒരു പാർട്ടി കാണാറുണ്ട്, കണ്ടിട്ട് പിന്നെ നമുക്ക് കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ ഇതിന് ഒരാളുണ്ടാക്കട്ടെ. 10,000 രൂപ കിട്ടാണ്ട് വേറെ വഴിയില്ല. എന്നാ ശരി ആയിക്കോട്ടെ. ആ ബോക്കർ രാജൻ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. രാജൻ തല രാജേട്ടാ, നമ്മ ഈ ചന്ദ്രനടുത്ത് ഒരു പശു ഉണ്ട്. അതെ 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 അമ്മ അതന്നെ. അപ്പൊ അതിനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ 2-3 ആൾക്കാരോട് വന്നു നോക്കിയിട്ട് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ. ഇപ്പൊ എന്നോട് വരുമ്പോ വൈക്ക് പറഞ്ഞാണ്. നിങ്ങള് നോക്കി ആരുണ്ടെന്ന്. നല്ലതാണ്. ഓക്കെ ഓക്കെ. ഞാൻ ആളെ കൂട്ടിട്ട് തരാം. പാർട്ടിനെയും കൂട്ടിട്ട്. ആരെ വിളിച്ചത്? നമ്മളെ ദുൽഫാനെ വിളിച്ചത്.
ഏയ് ഇപ്പോഴും ഉണ്ടോ? എന്താ പരിപാടി? എത്ര ആയി കണ്ടിട്ട്? എന്താ പരിപാടി കാലിനോട്ടോ? അല്ല കാലുകൊണ്ടാണോ പരിപാടി ഇപ്പോ? എന്താ വേറെ എങ്ങോട്ടപ്പോ പോകുന്നേ? എന്നാ ശരി ആയിക്കോട്ടെ, ഞാൻ പോവാട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ഇനൊക്കെ തന്നെ. പശു നല്ല ഇനൊക്കെ തന്നെ. ഞാൻ പറഞ്ഞ റേറ്റിലൊന്നും ഇല്ല. അതന്നെ പറഞ്ഞ മുതലൊന്നും ഇല്ല അതിന്. നമുക്ക് ഒക്കണ വിലക്കാണെങ്കിലേ നമുക്ക് നോക്കാം. അതല്ലേ ദുൽമേട്ടേ, നമുക്ക് നേരിട്ടാണ് ചോദിക്കാം. അല്ല പശുവിനെ കണ്ടോ? ഞാൻ പറഞ്ഞ പൈസക്കൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞ പൈസക്കില്ല. 10 രൂപ കൊടുത്ത് പറഞ്ഞിട്ട് കൊടുക്കാത്ത പശുവാണ് രാജേട്ടാ. ആണോ? ചേട്ടാ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ തീരുമാനിക്ക്. ചേട്ടാ അത് 20 ഉറുപ്പിക്കൊന്നും ഇല്ല. നമുക്കൊരു 18 ഉറുപ്പിയാണ് ഉറപ്പിക്കാം. 20 ഉറുപ്പ്യക്ക് ഞാൻ ഉറപ്പിച്ച് 18,000 ഉറുപ്പ്യ പാർട്ടിക്ക് കൊടുക്കും. 2,000 ഉറുപ്പ്യ ഞാൻ കമ്മീഷൻ കൊടുക്കും. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോളി, നമ്മള് വേറെ ആൺകുട്ടികൾ. ഒന്നും പറയല്ലേ, നോക്കാം നമുക്ക്. നോക്കിയേക്കാം. നമുക്ക് നോക്കാം. എന്താ ചേട്ടാ? ദുൽമേ 18 ഉറുപ്പ്യക്കാണ് അവർ എടുക്കാന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവര് പോകും. അല്ല രാജേട്ടാ, 18 പറഞ്ഞാൽ വളരെ കുറവല്ലേ അത്? ഉപയോട് ചോദിച്ചു നോക്ക്. ആയിക്കോട്ടെ, ഞാൻ ചന്ദ്രട്ട് വിളിച്ചോക്കാം. ആ ചന്ദ്രട്ടാ, അവര് പശുവിനെ ഒന്ന് കണ്ടിക്കണ്. അപ്പോ അവര് ഇഷ്ടപ്പെട്ടു സംഭവം. അപ്പോ അഡ്വാൻസിന്റെ കാര്യം പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് ഞാൻ ആ പാട്ടിലോട്ട് കൊടുക്കാം. ആ ചേട്ടാ വരി, ഇതാ പശുവിന്റെ ആളാ. എന്താ എന്താ അഡ്വാൻസ് ദുൽമയുടെ അടുത്ത് കൊടുത്താൽ മതിയോ? ഞാൻ ദുൽമിന് കൊടുക്കാം. എന്നാ ശരി ചന്ദ്രേട്ടാ, എന്നാലേ നിങ്ങൾ പറഞ്ഞ അഡ്വാൻസ് കയറി. ചേട്ടാ 1000 ഉറുപ്പ്യ ഉണ്ട് അഡ്വാൻസ് ആയിട്ട്. ദുൽമിന് കൊടുത്തേക്ക്. 1000 ഉണ്ട് അഡ്വാൻസ് കൊടുത്തോ. രാജേട്ടാ ഈ 1000 ഉറുപ്പ്യ പറ്റൂല നമുക്ക്. നമ്മക്ക് 5,000 ഉറുപ്പ്യ തരണം. അഡ്വാൻസ് 5,000 ഉറുപ്പ്യ തരണം. നമ്മളെന്തായാലും വാങ്ങണ്ടല്ലോ. അല്ല നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിയ അല്ലെങ്കിൽ നാളെ വന്ന് വാങ്ങിക്കോളി. പക്ഷെ നമ്മൾ കച്ചവടം അടിച്ചില്ലേ, നമുക്ക് 5,000 കിട്ടും. വൈകുന്നേരത്ത് വന്നാലും ആ പൈസ തരണല്ലോ. അപ്പൊ ഒരു 5,000 ഉറുപ്പ്യ നമുക്ക് തന്നാല് അതിന് നിങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ, 5,000 ഉറുപ്പ്യ. ആ നമ്മള് വൈകുന്നേരം വന്ന് ബാക്കി നമ്മള് നിങ്ങൾ വന്നോളി, വിളിച്ചോളി, നമ്മൾ വരാം. ആയിക്കോട്ടെ. പിടിക്കാം. ആ എന്നാ ശരി, വൈകുന്നേരത്ത് വിളിച്ചോളി. എന്താ പരിപാടി? തേങ്ങ വരിക്ക. അല്ല തങ്കച്ചേട്ടാ, ഇതിന്റെ മുകളിൽ 3 തേങ്ങയല്ലേ ഉള്ളൂ. അതിപ്പോ വലിച്ചു വീണ് കടയിൽ കൊണ്ടേ കൊടുത്ത 30 രൂപയല്ലേ ഇട്ടുള്ളൂ. ഈ കേറുന്ന ആൾക്ക് 50 രൂപ കൊടുക്കണ്ടേ? അത് താഴത്ത് വീണിട്ട് പെറുക്കിയെടുത്താ പോരെ? എന്തിനിപ്പോ 50 രൂപ കൊടുത്ത് ഇയാളെ കയറ്റുന്നെന്ന്? പറയുന്നത് ശരിയാണല്ലോ. ഭാസ്കര, നീ താഴോട്ടിറങ്ങിക്കോ. അതിന് തരാനുള്ള പൈസ എനിക്കില്ല. താഴെ വീണിട്ട് പെറുക്കാം. നിങ്ങളിപ്പോ അന്ന മുടക്കണ പരിപാടിയാണല്ലോ പറഞ്ഞതിപ്പോ. ഞങ്ങളെ കൊണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, ഒന്ന് വേഗം വാ. അതാ വരുന്ന ചങ്ങായി. എന്നാ പോവാ. ചന്ദ്രേട്ടാ, ഇല്ല ചന്ദ്രേട്ടാ, കേറാനുള്ള ടൈമില്ല. അതാ ഇവരാണ് നമ്മളെ പശുവിനെ വാങ്ങിയത്. ചന്ദ്രേട്ടാ 18,000 ഉറുപ്പ്യക്ക് നമ്മൾ പശുവിനെ കൊടുത്തിട്ടുണ്ട്. 5,000 ഉറുപ്പ്യ എനിക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ 5,000 ഉറുപ്പ്യ കണ്ടോ? അതെനിക്ക് കിട്ടിയത്. എന്നാ ബാക്കിയുള്ള കാര്യം നിങ്ങൾ തീരുമാനിച്ചോളി, ഞാൻ പോവാട്ടോ. എന്റെ ദൈവമേ. അതെ, ഈ 12,000 രൂപയ്ക്കൊന്നും എന്റെ പശുവിനെ ഞാൻ തരത്തില്ല. അത് ദുൽമനോട് ചോദിക്കണം കേട്ടോ. ഞാനേ എന്റെ കുടുംബം ജീവിക്കുന്നത് ഈ പശുവിനെ പോറ്റിട്ടാ. ഞാൻ ദുൽമന് 5,000 രൂപ കൊടുക്കാനുണ്ട്. അത് ശരിയാ.
അത് ഞാൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ഏതായാലും വന്നതല്ലേ, ഞാൻ ദുൽമായിട്ടുള്ള പ്രശ്നം ഞാൻ തീർത്തോളാം. നിങ്ങൾ 25,000 രൂപ തരികയാണെങ്കിൽ പശുവിനെ കൊണ്ടുപോയിക്കും കേട്ടോ. പിന്നെ അതെ, നിങ്ങൾ പറഞ്ഞതല്ലേ 5,000 രൂപ ദുലുമിന് കൊടുത്തത്? ഒന്നെങ്കിൽ പശുവിന് തരാ, അല്ലെ 5,000 കൊടുത്ത് തരാ, അല്ലേ? ബ്രോക്കർ എന്താ പറയണേ? അത് ശരിയാണ് ചേട്ടാ. ഒന്നില്ലേ പശുവിന് കൊടുക്കുക, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കുക. അതെ, നിങ്ങളല്ല എന്താ ചെയ്യ പിന്നല്ല നീ പോയി വന്നോ? കച്ചവടമൊക്കെ ആ കച്ചവടമൊക്കെ ഉസാറാണ്. പക്ഷെ കച്ചവടമൊക്കെ നടന്ന്, പക്ഷെ എനിക്ക് കിട്ടാനുള്ള പൈസ 5,000 രൂപ ഞാൻ വാങ്ങി വന്നിട്ടുണ്ട്. ബാക്കി ഞാൻ വരുമ്പോ അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കൊണ്ടുപോയിണ്ടാവും പശുവിനെ. എന്താ വിലക്ക് കച്ചവടമൊക്കെ? അത് 12,000 രൂപ കച്ചവടം അടിച്ചു കൊടുത്ത്. എനിക്ക് കിട്ടാനുള്ള പൈസ ഞാൻ വാങ്ങിക്കണ്. അതൊരു കഷ്ടമല്ല. അല്ല, എനിക്കിപ്പോ എന്തായാലും എന്റെ ഒരു ആടിന് വിറ്റ പൈസയാണ് ഞാൻ അയാൾക്ക് കൊടുത്തത്. അയാള് പൈസ തരുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് 5,000 കിട്ടണം. നല്ല പശുവില്ല, നല്ല വില കിട്ടുന്ന പശുവില്ല. നല്ല പശുവാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് കിട്ടാനുള്ളത് ഞാൻ വാങ്ങിയെടുക്കണ്ടേ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്നാ പോവാ. ആ പോവാ. എന്ത് പണിയാണ് ചെയ്തത്? നീ വണ്ടി ശ്രദ്ധിക്കണം, എന്റെ കാലിന്റെ ഉള്ളിലാണ്. അയ്യോ അയ്യോ, കാല് മുടിയും കിടക്കണം. പിടിക്കണം. എന്റെ അമ്മേ, എന്ത് വേന! നീ വണ്ടി ശ്രദ്ധിക്കാത്തോണ്ടല്ലേ? നീ ആ അയാളെ പറ്റാൻ ബ്രാക്കറ്റ് ചെയ്താ നിനക്ക്. എന്ത് ബ്രാക്ക്? എനിക്ക് തരാനുള്ള കേസല്ല ചോദിച്ചിട്ട് വാങ്ങിയിട്ടുള്ളൂ. ആ പാപ്പടന് അത്ര പൈസ പശുവിനെ കൊണ്ട് വെറുതെ ഇത് അതൊന്നല്ല, നീ കൽപ്പിച്ചിട്ട് തള്ളിട്ടാ. ആ ഞാൻ കൽപ്പിച്ചു പിന്നെ കേറ്റപ്പോഴേ എനിക്കറിയാം കുഴപ്പം. അതായത് വാക്കാരനോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ വെച്ചിട്ട് ഞമ്മക്കൊന്നും കിട്ടിയില്ല. വാക്കര ഉള്ളത് മുഴുവൻ അനക്ക് തരാറുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ തേങ്ങ വെച്ചിട്ട് ഇപ്പൊ എന്താ കാര്യങ്ങള്? ഞാനിപ്പോ തെങ്ങിന്റെ മുകളിൽ മൂന്നാൾക്ക് ഞാനാണ് കുറച്ച് എത്താൻ മതി. അതല്ലേ ഇപ്പൊ നല്ലത്. ഇപ്പൊ അല്ലെ അനക്ക് തരാപ്പൊ ഇന്നിട്ട് അതിന് മാത്രമുള്ള കാര്യമില്ല. ഇതൊക്കെ ദുൽമിന്റെ പരിപാടിയാണ്, എന്റെ അന്നം മുടക്കാനായിട്ട്. അവൻ എന്റെ കണ്ണൂന്ന് കാണട്ടെ, കൂടുതലായിട്ട് ഞാൻ വിട്ടും. അവിടെ എന്തൊക്കെ എന്റെ പണി കഴിഞ്ഞിട്ട് നീയാണ് എന്റെ പണിയൊക്കെ ഇല്ലാണ്ടാക്കിയത്. നിന്ന് 2 കഷ്ണാക്കും ഞാൻ.